സ്വാഗതം വിദ്യാർത്ഥികളെ. SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനും ശരിയായ ഇലക്ട്രോഡുകൾ തിരഞ്ഞെടുക്കുക, കോർണർ ജോയിന്റിൽ വെർട്ടിക്കൽ പൊസിഷനിൽ പ്ലേറ്റുകൾ തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക, ടാക്ക് വെൽഡ് SMAW ഉപയോഗിച്ച് കോർണർ ജോയിന്റിൽ വെൽഡ് ചെയ്യുക, പിശകുകൾ കണ്ടെത്താൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കുക. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീൽ റോൾ, സ്ക്രൈബർ, ബ്രിക്ക് പഞ്ച്, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, SMAW വെൽഡിംഗ് പ്ലാന്റ് മെഷീൻ, സി ക്ലാമ്പ്. നമുക്കിപ്പോൾ SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റ് ചെയ്യാനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുക. 150 mm നീളവും 50 mm വീതിയും 10 mm തിക്നെസ്സുമുള്ള 2 MS പ്ലേറ്റ് മുറിച്ചെടുക്കുക. പ്ലേറ്റുകൾ ഫയൽ ചെയ്ത് അരികുകൾ പരിശോധിക്കുക. .15 mm ഡയ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് 110 amps വെൽഡിംഗ് കറണ്ട് ക്രമീകരിക്കുക. 1.5 mm മുതൽ 2 mm വരെ റൂട്ട് ഗ്യാപ്പ് ഉള്ള ഫില്ലറ്റ് ഓപ്പൺ കോർണർ ജോയിന്റിൽ സജ്ജീകരിക്കുക. പ്ലേറ്റുകളുടെ അകത്തെ പ്രതലങ്ങൾക്കിടയിൽ ഒരു ആംഗിൾ 87 ഡിഗ്രിയിലേക്ക് ചെറുതായി ചെരിച്ച് രൂപഭേദം നിയന്ത്രിക്കുക. രണ്ടറ്റത്തും ജോയിന്റിന്റെ റൂട്ട് സൈഡ് ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്കിങ്ങിന് ശേഷം ഇവയ്ക്കിടയിൽ വിടവ് വരാതിരിക്കാൻ ലാപ്പിംഗ് ഡിസ്റ്റൻസ് 30 mm ആയിരിക്കണം. ഇലക്ട്രോഡുകളെ ഓരോ റണ്ണിനു വേണ്ടിയും തയ്യാറാക്കുക. റൂട്ട് റണ്ണിനു വേണ്ടി 3.15 mm ഇലക്ട്രോഡും 110 amps കറണ്ടും ഉപയോഗിക്കുക. സെക്കൻഡ് റണ്ണിനും തേർഡ് റണ്ണിനും വേണ്ടി 4 mm ഇലക്ട്രോഡും 160 amps കറണ്ടും ഉപയോഗിക്കുക. പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. അടുത്തതായി SMAW പ്രക്രിയ ഉപയോഗിച്ച് ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന് മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. വെൽഡ് പൊസിഷനറിൽ വെൽഡ് ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ ക്രമീകരിക്കുക. ജോയിന്റിന്റെ വെർട്ടിക്കൽ പൊസിഷനും വെൽഡിന്റെ ആംഗിൾ ഓഫ് ദ ലൈനും ടേബിളിന്റെ മുകളിൽ 90 ഡിഗ്രി പൊസിഷനിലായിരിക്കണം. 3.15 mm ഡയ ഇലക്ട്രോഡിനോടൊപ്പം 110 amps വെൽഡിംഗ് കറണ്ടിന്റെ കൂടെ റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇലക്ട്രോഡിന്റെ ആംഗിൾ ലൈൻ ഓഫ് വെൽഡിന്റെ 80 ഡിഗ്രിയായി നിലനിർത്തിക്കൊണ്ട് ഇലക്ട്രോഡിന്റെ ചലനം വശങ്ങളിലേക്ക് അല്പമായി വെൽഡ് ബീഡ്സിനെ താഴെ നിന്ന് മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഇലക്ട്രോഡിന് വിപ്പിംഗ് മോഷൻ കൊടുക്കുക. യൂണിഫോം ഫ്യൂഷൻ ലഭിക്കുവാൻ ഷോർട്ട് ആർക്കും ശരിയായ റൂട്ട് പെനട്രേഷൻ ഉറപ്പുവരുത്താൻ കീ ഹോളും നിലനിർത്തുക. റൂട്ട് പെനട്രേഷൻ ഡെപ്ത് 1.6 mm ആയിരിക്കണം. ഡീസ്ലാഗ് ചെയ്ത് ടോസിന്റെ ഭാഗത്തുള്ള റൂട്ട് ബീഡ് നന്നായി വൃത്തിയാക്കുക. 4 mm ഡയ ഇലക്ട്രോഡിനോട് 160 amps വെൽഡിംഗ് കറണ്ടും ഉപയോഗിച്ച് സെക്കൻഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇലക്ട്രോഡിന്റെ ആംഗിൾ ലൈൻ ഓഫ് വെൽഡിന്റെ 80 ഡിഗ്രിയും ആർക്ക് ലെങ്ത് ചെറുതായിരിക്കുകയും വേണം. ഇലക്ട്രോഡിനെ സ്ഥിരമായി മുകളിലേക്കും വശങ്ങളിലേക്കും നീക്കുക. തേർഡും ഫൈനൽ റണ്ണും ഒരു 4 mm ഡയ ഇലക്ട്രോഡിനോട് 160 amps വെൽഡിംഗ് കറണ്ടും ഷോർട്ട് ആർക്ക് ലെങ്ത്തും വശങ്ങളിലേക്കുള്ള ചലനവും ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക.
ഡീസലാഗ് ചെയ്ത് വെൽഡ് ബീഡ് വൃത്തിയാക്കുക. ഒരു 10 mm കട്ടിയുള്ള MS പ്ലേറ്റിന്റെ മുകളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ SMAW പ്രക്രിയ ഉപയോഗിച്ച് കോർണർ ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ പിൻപറ്റേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെക്കുറിച്ച് നോക്കാം. ഒരു മൾട്ടി ലെയർ ഉപയോഗിച്ച് ഷോർട്ട് ആർക്ക് ലെങ്ത് നിലനിർത്തുക. ഹോട്ട് വെൽഡ് കൈകാര്യം ചെയ്യുമ്പോൾ ടോങ്സ് ഉപയോഗിക്കുക. ഡീസലാഗ് ചെയ്യുമ്പോൾ കണ്ണുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചിപ്പിംഗ് ഗോഗിൾസ് ധരിക്കുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓവർ ഡെപ്പോസിഷനും വശങ്ങളിൽ അണ്ടർ കട്ടും ഒഴിവാക്കുക. ശരിയായ ക്രേറ്റർ ഫില്ലിംഗ് ഉറപ്പാക്കുക. സംഭവിച്ച കുഴപ്പങ്ങൾ പരിശോധനാ പ്രക്രിയയിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോളിഡ് ഇൻക്ലൂഷൻ, ഓവർ ഡിപ്പോസിഷൻ, porosity, blowholes. Undercut. റീക്യാപ്പ്. ഈ വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചത് കോർണർ ജോയിന്റിന്റെ വെർട്ടിക്കൽ പൊസിഷനിൽ പ്ലേറ്റുകളെ ക്രമീകരിച്ച് ടാക്ക് വെൽഡ് ചെയ്യുക. വെർട്ടിക്കലി അപ്വേർഡായി റൂട്ട് റണ്ണിനെ കോർണർ ജോയിന്റിലേക്ക് വെൽഡ് ചെയ്യുക. വെർട്ടിക്കൽ പൊസിഷനിൽ കോർണർ ജോയിന്റിന്റെ മുകളിൽ വീവിംഗ് മോഷൻ ഉപയോഗിച്ച് സെക്കൻഡും തേർഡും ലെയറുകളെ ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫേസ് ഡിഫെൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക.